ദേവൂട്ടിക്കൊപ്പം വരികയാണ് അമ്മേ മൂകാംബികെ. ഇന്നു മുതൽ എല്ലാ ദിവസവും രാത്രി 8:30 നമ്മുടെ സ്വന്തം സൂര്യ ടിവിയിൽ. മോളായതുകൊണ്ടാണ് അഹങ്കരിക്കാത്തത്. വേറെ വല്ല പെണ്ണുങ്ങളും ആയിരുന്നെങ്കിലേ ഈ വീട്ടിനകത്ത് ചവിട്ടി മെതച്ച് നടന്നന്. പത്മ മേഡത്തിന്റെ മുമ്പിൽ ചെന്ന് നിന്നിട്ട് ഈ വീട്ടിലും കമ്പനിയിലും എനിക്ക് നിങ്ങളുടെ അതേ അവകാശം ഉണ്ടെന്ന് പറഞ്ഞേനെ. എനിക്കതൊന്നും വേണ്ട സാർ. ഓരോരോ പുതിയ കാര്യങ്ങൾ ചെയ്യുമ്പോഴും പേടിയാവുക മനുഷ്യന്. ഇനി മോൾ ആരെ പേടിക്കാനാ? പത്മ മേഡത്തിന്. എന്റെ പൊന്നു മോളെ, പത്മ മേഡത്തിന്റെ പല്ലു എല്ലു ഒക്കെ കൊഴിഞ്ഞില്ലേ? അയ്യോ, പാവം പത്മ മേഡം. അല്ലെങ്കിലേ എന്തായിരുന്നു ഇവിടെ ബഹളം? രാജു ചായ കൊണ്ടുവാ, രാജു കാപ്പി കൊണ്ടുവാ. അവളെവിടെയാണ് നന്ദിനി? ആ വേലക്കാരി എവിടെയാണ്? ഇവിടെയൊന്നും കണ്ടില്ലല്ലോ. ഹോ, എന്തൊക്കെയായിരുന്നു ഇവിടത്തെ കൽപ്പനകള്. ഇപ്പോഴേ വല്ല മിണ്ടാട്ടം ഉണ്ടോ അവർക്ക്? നാക്കും വിഴുങ്ങി ആ മുറിയിൽ എവിടെയെങ്കിലും ചെന്ന് ഇരിക്കുന്നുണ്ടാവും. മോള് നോക്കിക്കോ, പത്മ മേഡത്തിന്റെ ബാക്കിയുള്ള കൊമ്പും കൂടെ സാർ ഒടിച്ച് അവസാനം ഒന്നിനും കൊള്ളാത്ത പരുവത്തിന് പത്മ മേഡത്തിനെ നമുക്ക് ഇവിടെ കാണാൻ പറ്റും. അയ്യോ, ഒന്നും മിണ്ടാതിരിക്കും രാജുവേട്ടാ. ഞാൻ പറയും മോളെ, ജോലിക്കാർക്ക് എന്താ പറയാനുള്ള അവകാശമില്ലേ? ഇനിയിപ്പം പത്മ മേഡം എന്റെ മുമ്പിൽ വന്ന് നിന്നാ പോലും എനിക്ക് പറയാനുള്ളത് ഞാൻ പറഞ്ഞിരിക്കും കേട്ടാ. പറഞ്ഞിരിക്കും ഞാൻ. എനിക്കിവിടെ ആരും പേടിയൊന്നുമില്ല. പറയടാ, നിനക്ക് പറയാനുള്ള മുഴുവൻ പറ. നീ വല്ലാത്ത പ്രതിഷേധത്തിലല്ലേ മേഡം? അത് പിന്നെ ഞാൻ നിന്നെ വേണമെങ്കിൽ ഈ നിമിഷം എനിക്ക് പറഞ്ഞു വിടാം. പക്ഷെ അത് ഞാൻ ചെയ്യാത്തത് എന്താണെന്നറിയോ? ഇനി മുതൽ നീ ഇവിടെ വേണമെന്ന് എനിക്ക് നിർബന്ധമുള്ളതുണ്ടാ. പറഞ്ഞ ഓരോ വാക്കും നീ എണ്ണി മനസ്സിൽ കൂട്ടി വെച്ചോ. ഇന്നു മുതൽ അതിനുള്ള ശിക്ഷ നിനക്ക് കിട്ടിയിരിക്കും. മനസ്സിലായോടോ? മനസ്സിലായി. അടിക്കല്ലേ മോളായിരുന്നു. തലയിൽ നിന്ന് എന്തോ ഒരു ഭാരം ഇറങ്ങിപ്പോയതുപോലെ. സത്യം പറഞ്ഞാലേ പത്മ മേഡം പാവാ മോളെ. നമ്മൾ മേഡത്തെ ഒന്നും പറയാൻ പാടില്ല. പത്മ മേഡം അല്ലേ നമുക്ക് ശമ്പളം തരുന്നത്. അപ്പം നമ്മള് പത്മ മേഡത്തിനോട് നന്ദി കാണിക്കണ്ടേ? ഇതല്ലേ ഞാൻ തുടക്കം മുതലേ പറഞ്ഞത്. കിട്ടാനുള്ളത് കിട്ടിയാലേ ഓർക്കാനുള്ളത് ഓർക്കാൻ പറ്റൂ. അടിയെന്ന് പറഞ്ഞ മോളെ, ഇതാണ് അടി. സൂപ്പർ. ഒരു മിനിറ്റ്. അളയാ, അയ്യോ അളയാ, അയ്യോ അളയാ.
എന്താ ട്രാഫിക് ബ്ലോക്ക് ആണ്? നമ്മുടെ വീടതെ അളിയ ഇറങ്ങാം. വീടെത്തിയ എനിക്ക് ഈ വീട്ടിൽ കേറണ്ട. വാ ഇറങ്ങാം. എനിക്ക് അവളുടെ അടിമയാവാൻ വയ്യളിയ. പതുക്കെ പതുക്കെ. അളിയ എന്നെ വേറെ എവിടെയെങ്കിലും കൊണ്ടുപോ. എന്നെ ഏതെങ്കിലും കടത്തിനെ കടത്തിക്കോ. അവിടെ അവളുണ്ടാവില്ല, ആന്റിയും ഉണ്ടാവില്ലല്ലോ. ഞാൻ മനസ്സമാധാനമായിട്ട് തെരുവുപട്ടികളോടെ കിടന്നോളാം. പ്ലീസ് അളിയ. അതൊന്നും പറ്റില്ല. അളി ഇറങ്ങി ഇറങ്ങ. എന്റെ അളിയ വിടളിയ, എന്നെ വീട്. എനിക്ക് ഈ വീട് മടുത്തളിയ. വീടല്ലേ, നേരെ നടക്ക്. പിടിച്ച് നടക്ക്. എനിക്ക് ഈ വീട് മടുത്തളിയ. എന്താ സാർ ഇത്? എന്തിനാ ഇങ്ങനെ കുടിപ്പിച്ചത്? എന്റെ അളിയനെ എന്താ കൊച്ചുകുട്ടിയാണോ വായിൽ ഒഴിച്ചു കൊടുത്ത് കുടിപ്പിക്കാനായിട്ട്? അളിയൻ സ്വന്തമായിട്ട് കുടിച്ചോ അല്ലേ അളിയാ? അതെ അതെ, ഞാൻ സ്വന്തമായിട്ട് കുടിച്ചതാ. കണ്ട എന്താ, ഒരു പുരുഷനെന്ന നിലയ്ക്ക് എനിക്ക് മദ്യപിക്കാനുള്ള അവകാശമില്ലേ? എന്നെ ചോദ്യം ചെയ്യാൻ ഉദ്ദേശിച്ചെങ്കിൽ എന്റെ തനി സ്വഭാവം ഇവിടെ ആർക്കും അറിഞ്ഞൂടാ. വിജയാണെന്ന് ഇവിടെ ആർക്കും അറിഞ്ഞൂടാ. ആർക്കും അറിയില്ല. എന്റെ ഭാര്യ ഉണ്ടല്ലോ ഇന്ദ്രജ, അവള് എന്റെ മുന്നിൽ കാണിക്കുന്ന അംഗങ്ങളൊക്കെ ഞാൻ സമ്മതിച്ചു കൊടുക്കുന്നത് എനിക്ക് കഴിവില്ലാഞ്ഞിട്ടാണെന്നാണ് ഒന്നൊന്നിനെ കരുതിയിരിക്കുന്നത്. അല്ല, ഒരു കുടുംബം തകർന്നു പോർന്ന് കരുതി പാവം എന്ന് കരുതിയിട്ട് സഹിച്ചു നിൽക്കുക. അയ്യോടാ അയ്യോ. അളിയന അകത്തേക്ക് വാ വാ. അവിടെയല്ലേ നമ്മുടെ അംഗം. സർ, ഈ അവസ്ഥയിലേക്ക് അവരുടെ മുന്നിലേക്ക് വിജയ് സാറിനെ കൊണ്ടുപോകണ്ട. ചുമ്മാ നന്ദിനി. അളിയൻ വാ. ഇനി അവിടെയാണ് അംഗം.